Women had to face a lot of struggle in patriarchal society to fulfill their needs. Here we are discussing such a topic, Labanam for My Head by Tensula O. Tensula O is the famous Indian author and poet who pictures the struggle of women in patriarchal society. പുരുഷാധിപത്യമുള്ള സമൂഹത്തിൽ സ്ത്രീകൾക്ക് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിന് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു കഥയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്, ലബാനം ഫോർ മൈ ഹെഡ്. ഈ കഥ എഴുതിയത് ടെൻസുല ഓ എന്ന ഇന്ത്യൻ റൈറ്ററാണ്. ഷീസ് ഓൾസോ എ പോയിറ്റ്, ഒരു കവയത്രി കൂടിയാണ്. ഇവിടെ ലബാനം എന്ന വാക്കിന്റെ അർത്ഥം ഗോൾഡൻ ഷവർ, കണിക്കൊന്ന എന്നാണ്. ആ കണിക്കൊന്ന, ഗോൾഡൻ ഷവർ അല്ലെങ്കിൽ ലബാനം ഫോർ മൈ ഹെഡ്, ഇതിന്റെ ടൈറ്റിൽ ഇമ്പോർട്ടൻസ് ചോദിക്കാം. ഈ കഥയിൽ ലബാനം ഫോർ മൈ ഹെഡ് ഈസ് എ കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസ് അബൌട്ട് ദ ലൈഫ്സ് ഓഫ് പീപ്പിൾ ഓഫ് ദി വൈബ്രന്റ് ആൻഡ് ട്രബിൾഡ് റീജിയൻ ഓഫ് നാഗാലാൻഡ് ഇൻ നോർത്ത് ഇന്ത്യ. നോർത്ത് ഇന്ത്യയിൽ നാഗാലാൻഡിലെ ജനങ്ങളുടെ കഷ്ടപ്പാടുകളും, അവരുടെ ആ ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ജനതയാണ്, പക്ഷേ അവർക്ക് ഒരുപാട് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ആ ജനതയുടെ കഥയാണ്, ആ കഥകൾ വിവരിക്കുന്ന ഒരു കളക്ഷൻ ഓഫ് സ്റ്റോറീസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി കളക്ഷൻ ആണ് ലബാനം ഫോർ മൈ ഹെഡ് എന്ന ഈ ഒരു ഷോർട്ട് സ്റ്റോറി കളക്ഷൻ. ആൻഡ് ഇറ്റ് ബ്രോഡ് ഹെർ സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ ഇംഗ്ലീഷ്. സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ്. ആൻഡ് ദ കളക്ഷൻ ഇൻക്ലൂഡ്, ഈ കളക്ഷനിൽ ഉൾപ്പെട്ട കൃതികൾ ലബാനം ഫോർ മൈ ഹെഡ്, ആ ടൈറ്റിലാണ് ഈ കഥയ്ക്ക്, ഈ കളക്ഷന് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ദ ഡെത്ത് ഓഫ് ദി ഹണ്ടർ, ദ ലെറ്റർ, 3 വിമൻ, എ സിമ്പിൾ ക്വസ്റ്റ്യൻ, സോണി, ഫ്ലൈറ്റ് തുടങ്ങിയ കഥകളാണ് ഈ കളക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് വിമൻ ആൻഡ് എൻവയോൺമെൻറ്റ് പ്ലേ എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദ സ്റ്റോറി. എവറി മന്ത് ഓഫ് മെയ് ആൻ എക്സ്ട്രാ ഓർഡിനറി തിങ് ഈസ് ഹാപ്പനിങ് ഇൻ വൺ സെമിട്രി. ഇവിടെ ഒരു സെമിത്തേരിയുടെ കഥയാണ്, അതായത് ഒരു സെമിത്തേരിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ. നമുക്കറിയാം, സെമിത്തേരി ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് ദ ഡെഡ് പീപ്പിൾ. ജനങ്ങളുടെ അല്ലെങ്കിൽ മരിച്ചവരുടെ ഒരു സ്ഥലമാണ് സെമിത്തേരി. അവിടെ ധനാഢ്യരായിട്ടുള്ള ആളുകൾ ദേ ഇറക്റ്റ് മാർബിൾ ആൻഡ് ഗ്രാനൈറ്റ് സ്റ്റോൺസ് ടു ഷോ ദെയർ വെൽത്ത്. അവരുടെ ആ ഒരു റിച്ച്നെസ്, സമ്പത്ത് അല്ലെങ്കിൽ ആ ഒരു ആഢ്യത്വം കാണിക്കാനായി മരിച്ചവരുടെ ആ ശവക്കല്ലറയിൽ ഗ്രാനൈറ്റ് അല്ലെങ്കിൽ മാർബിൾ ടോംബ്, ആ ഒരു ശവക്കല്ലറ മാർബിൾ രീതിയിൽ, മാർബിൾ അല്ലെങ്കിൽ ഗ്രാനൈറ്റ് ഉപയോഗിച്ച് മോടി പിടിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മുടെ ലെൻറ്റീന എന്ന ആ സ്ത്രീ അവരാഗ്രഹിക്കുന്നത് പ്രകൃതിയുടെ സൗന്ദര്യം തൻ്റെ ശവകുടീരത്തിൽ ഈ ലബാനം പൂക്കൾ, അതായത് കണിക്കൊന്ന, വിരിഞ്ഞു നിൽക്കുന്ന കണിക്കൊന്ന നിറഞ്ഞ പൂക്കളായിരിക്കണം തൻ്റെ ശവകുടീരത്തിൽ എന്നാഗ്രഹിച്ച ഒരു സ്ത്രീയുടെ കഥയാണ്. അതിനുവേണ്ടി അവർ കഷ്ടപ്പെടുന്ന ആ കഷ്ടപ്പാടുകളാണ് ഈ കഥയിൽ വിവരിക്കുന്നത്. ഇൻ എവറി മന്ത് ഓഫ് മെയ് ദിസ് ലബാനം ട്രീ സ്റ്റാൻഡ്സ് മാജസ്റ്റിക്കലി വിത്ത് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ യെല്ലോ ഫ്ലവേഴ്സ്. ഓരോ മെയ് മാസത്തിലും ഓരോ വർഷവും ഈ ലബാനം ട്രീ, ഈ ഒരു കണിക്കൊന്ന, അതിൻ്റെ മനോഹരമായിട്ടുള്ള മഞ്ഞപ്പൂക്കൾ കൊണ്ട് വളരെ രാജകീയമായ രീതിയിൽ നിലനിൽക്കാറുണ്ട്. ആൻഡ് ദി പീപ്പിൾ ഹു യൂഷ്വലി വിസിറ്റ് ദ സെമിറ്ററി ഡ്യൂറിങ് ഈസ്റ്റർ ഫോർ ക്ലീനിങ് ദ മാർബിൾ ഗ്രേവ് ആർ നോട്ട് അവെയർ ഓഫ് ദ ഹിസ്റ്ററി ഓഫ് ദ ലബാനം ട്രീ. അവിടെ ഓരോ ഈസ്റ്റർ സമയത്തും ആ കല്ലറകൾ വൃത്തിയാക്കാൻ വരുന്ന, കല്ലറയിൽ അതിൻ്റെ സമീപ സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കാൻ വരുന്ന ജനതയ്ക്ക് ഈ ഒരു ട്രീയുടെ പിന്നിലുള്ള, ഈ ഒരു ലബാനം ട്രീ, കണിക്കൊന്നയുടെ പിന്നിലുള്ള ചരിത്രം അറിയുന്നില്ല. ആൻഡ് ദി പ്രോട്ടഗോണിസ്റ്റ് ഓഫ് ദി സ്റ്റോറി ഈസ് ലെൻറ്റീന, who likes the flower as it bends towards the earth and it shows the humbleness and femininity. ഇവിടുത്തെ പ്രധാനപ്പെട്ട കഥാപാത്രം ലെൻറ്റീന എന്ന കഥാപാത്രമാണ്. അവർ ഈ ഒരു ലബാനം ഫ്ലവർ ഇഷ്ടപ്പെടുന്നു, കണിക്കൊന്ന പൂക്കൾ ഇഷ്ടപ്പെടുന്നു. കാരണം അത് താഴേക്ക്, ഭൂമിയിലേക്ക് ആണ് അത് വിരിഞ്ഞു നിൽക്കുന്നത്. അതായത് അതിൻ്റെ ആ ഒരു മനോഹാരിത ഭൂമിയിലേക്ക് തൂങ്ങി നിൽക്കുന്ന രീതിയിലാണുള്ളത്. അതേപോലെ ആ ഒരു ഭൂമിയിലേക്ക് തൂങ്ങി നിൽക്കുന്ന ആ ഒരു പൂവിൻ്റെ ആ ആഢ്യത്വം കാണിക്കുന്നത് അതിൻ്റെ ആ ഒരു ഹംബിൾ നേച്ചർ, ആ ഒരു ലാളിത്യവും അതോടൊപ്പം തന്നെ സ്ത്രീത്വവുമാണ്. അതായത് കുലീനയായ ഒരു സ്ത്രീയുടെ വിനയമാണ് ആ പൂവിൽ കാണാൻ സാധിക്കുന്നത്. വളരെ സുന്ദരിയാണ് ആ പൂവ്, വളരെ മനോഹരമായ പൂവാണ്, പക്ഷെ അതിൻ്റെ കുലീനത്വം കാണിക്കുന്നത് ഫെമിനൈൻ നേച്ചറാണ്.
And here she decides to plant a laburnum sapling in her garden. ഈ ലെൻറ്റീന ആ പൂവ് ഒരുപാട് ഇഷ്ടപ്പെടുന്നു, അതായത് കണിക്കൊന്ന പൂവിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു ലെൻറ്റീന. അതുകൊണ്ട് തന്നെ തൻ്റെ പൂന്തോപ്പിൽ ഈ ഒരു കണിക്കൊന്നയുടെ ചെടി നടണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ആൻഡ് ഷീ ബൈസ് 2 saplings ഫ്രം എ നഴ്സറി ആൻഡ് പ്ലാന്റഡ്, ബട്ട് ദി ഗാർഡനർ പ്ലഗ്ഡ് ഇറ്റ് ഔട്ട് എലോങ് വിത്ത് ദ വീഡ്സ്. അങ്ങനെ ആ ആഗ്രഹത്തിന് പുറത്ത് അവർ 2 തൈകൾ വാങ്ങുന്നു, കണിക്കൊന്നയുടെ 2 തൈകൾ വാങ്ങുന്നു, ഒരു നഴ്സറിയിൽ പോയിട്ട് വാങ്ങുന്നു. പക്ഷേ അവിടെ നട്ട ആ പൂന്തോട്ടത്തിൽ നട്ട ആ 2 ചെടികളും ഗാർഡനർ കളയാണെന്ന് പറഞ്ഞ്, അതായത് പാഴ്ചെടിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അത് അങ്ങനെ വിചാരിച്ച് അദ്ദേഹം അത് പറിച്ചു കളയും. നെക്സ്റ്റ് ഇയർ ഷീ ബൈസ് 3 saplings ആൻഡ് പ്ലാന്റഡ് ദം ഓൺ ദി കോർണർ ഓഫ് ഹർ ഗാർഡൻ, ബട്ട് ദി stray cows eat them. പിറ്റേ വർഷം അവർ 3 സാപ്ലിങ്സ് വാങ്ങുന്നു, 3 തൈകൾ വാങ്ങുന്നു. അങ്ങനെ 3 കോർണറിലായിട്ട് 3 നടന്നു. പക്ഷേ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പശുക്കൾ അത് കടിച്ചു തിന്ന് നശിപ്പിച്ച് കളയുന്നു. ആൻഡ് ഇൻ ദ തേർഡ് ടൈം ഹെവി റെയിൻ വാഷ്ഡ് ദം ഔട്ട്. 3ാമതും അവർ വാങ്ങി നടന്നു. പക്ഷേ ശക്തമായ മഴയിൽ ആ തൈകൾ നശിച്ചു പോകുന്നു. ആൻഡ് ദോ ഷീ ബിക്കേം അപ്സെറ്റ്, ഷീ ഡിസൈഡ്സ് ടു പ്ലാന്റ് ഇറ്റ് ഇൻ ഹർ ഗാർഡൻ. അവർ ഈ ഒരു 3 പ്രാവശ്യവും നട്ടിട്ടും ഈ ഒരു ചെടി വളർന്നില്ലല്ലോ എന്ന് വിഷമിക്കുന്നു. പക്ഷേ എങ്ങനെയെങ്കിലും ഈ ചെടി നട്ടുപിടിപ്പിക്കണം എന്ന ഒരു ശക്തമായ തീരുമാനത്തിൽ ലെൻറ്റീന എത്തുന്നു. ആൻഡ് ഹർ ഹസ്ബൻഡ് ഡൈസ് ഡ്യൂറിങ് ദിസ് ടൈം ആൻഡ് ഷീ വാണ്ട്സ് ടു ഗോ ടു ദ ബറിയൽ ഗ്രൗണ്ട്. ഈ സമയത്താണ് അവരുടെ ഹസ്ബൻഡ് മരിക്കുന്നത്. ഹസ്ബൻഡ് മരിക്കുന്ന സമയത്ത് നമുക്കറിയാം, സ്ത്രീകൾ ആ ഒരു ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ നിന്നും പുരുഷന്മാർ അവരെ വിലക്കി നിർത്തിയതാണ്. അതായത് സ്ത്രീകൾക്ക് ആ ഒരു ശവകുടീരത്തിലേക്ക് അടുത്തേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമില്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ലെൻറ്റീന ആഗ്രഹിക്കുന്നു തൻ്റെ ഭർത്താവിൻ്റെ ശവകുടീരത്തിൽ അല്ലെങ്കിൽ ആ ഒരു ബറിയൽ ചടങ്ങിൽ കല്ലറയിലേക്ക് അദ്ദേഹത്തെ വെക്കുന്ന സമയത്ത് താൻ അടുത്തുണ്ടാകണമെന്ന് ലെൻറ്റീന ആഗ്രഹിക്കുന്നു. എവരിവൺ റെസിസ്റ്റഡ് ഇറ്റ്, ബട്ട് ലേറ്റർ ഷി വാസ് അലൗഡ്. എല്ലാവരും ഇതിനെ എതിർക്കുന്നു, അതായത് സ്ത്രീകൾ അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എതിർക്കുന്നു, പുരുഷന്മാർ എതിർക്കുന്നു പ്രത്യേകിച്ചിട്ടും. പക്ഷേ അവസാനം അവർ അവിടെ പോകാൻ അനുവദിക്കപ്പെടുന്നു. ഷീ ഗെറ്റ്സ് ആൻ ഐഡിയ ആൻഡ് വാണ്ട്സ് ടു പ്ലാൻ ലബേർണം ട്രീ നിയർ ഹർ ഗ്രേവ്. അങ്ങനെ പെട്ടെന്ന് ആ സെമിത്തേരിയിൽ ഈ ഒരു ശവസംസ്കാരത്തിൽ പങ്കെടുക്കാൻ പോകുന്ന ലെൻറ്റീനയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു ആശയം എത്തുന്നു. അതായത് തൻ്റെ ശവകുടീരത്തിനടുത്ത് ഒരു കണിക്കൊന്നയുടെ ചെടി വേണം എന്നവർ ആഗ്രഹിക്കുന്നു. ആൻഡ് ലെൻറ്റീന ഈസ് സോ ഹാപ്പി അബൌട്ട് ഹർ പ്ലാൻ ആൻഡ് ചൂസ് ഹർ ഡ്രൈവർ മാപ്പു ഓർ ബാപ്പു ഫോർ ഹർ ഹെൽപ്പ് ആൻഡ് കീപ്പ് ഇറ്റ് ആസ് എ സീക്രട്ട്. അങ്ങനെ ഈ ഒരു ആശയം മനസ്സിലുദിക്കുന്ന ലെൻറ്റീന ഈ ആഗ്രഹത്തിന് വേണ്ടിയിട്ട്, ഈ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ചൂസ് ചെയ്യുന്നു. അത് തൻ്റെ ഡ്രൈവറാണ്. ബാബു എന്നാണ് അയാളുടെ പേര്, പക്ഷേ മാപ്പു എന്നാണ് വിളിക്കുന്നത്. അയാളെ തിരഞ്ഞെടുക്കുന്നു. അയാളെ തിരഞ്ഞെടുത്തിട്ട് ഈ കാര്യം സീക്രട്ടായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ആൻഡ് ബാബു സൺ ഇൻ ലോ ഈസ് എ ഗവൺമെൻറ് ഓഫീസർ ആൻഡ് എ വിഡോവർ. ബാബുവിൻ്റെ സൺ ഇൻ ലോ, മരുമകൻ, ഒരു ഗവൺമെൻറ് ഓഫീസറാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു വിഡോവറാണ്. ആൻഡ് ദ നെക്സ്റ്റ് ഡേ ലെൻറ്റീന വിസിറ്റ്സ് ദ സെമിട്രി വിത്ത് ബാബു. പിറ്റേ ദിവസം ബാബുവിനോടൊപ്പം ആ ശവക്കല്ലറയിലേക്ക്, ആ സെമിത്തേരിയിലേക്ക് അവർ പോകുന്നു. പക്ഷെ പോകുന്ന സമയത്ത് ഷീ ഡയറക്റ്റ്ലി ഗോസ് ടു ദ വേക്കൻറ്റ് പ്ലേസ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് അവർ നേരെ ഭർത്താവിൻ്റെ ശവകല്ലറയിലേക്കായിരിക്കും പോകുന്നതെന്നാണ്. പക്ഷെ അവർ നേരെ പോകുന്നത് അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്തേക്കാണ്. ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് വിസിറ്റിംഗ് ഹർ ഹസ്ബൻഡ്സ് ഗ്രേവ് ഷീ ഗോസ് ടു ദ വേക്കൻറ്റ് ലാൻഡ് ആൻഡ് ഷീ റിവീൽസ് ഹെർ പ്ലാൻ ടു ബാബു ആൻഡ് ഇൻസിസ്റ്റ് ഹിം ടു ബറി ഹെർ ഇൻ ദ പ്ലേസ് വെൻ ഷീ ഡൈസ്. എന്നിട്ട് അവിടെ ആ ഒരു ഒഴിഞ്ഞ കോർണർ കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ബാബുവിനോട് പറയുന്നു, ഞാൻ മരിക്കുമ്പോൾ എന്നെ ഇവിടെയാണ് സംസ്കരിക്കേണ്ടത്. And Babu was shocked, as it is a custom that the wife is buried near her husband's graveyard. പെട്ടെന്ന് ബാബു ഷോക്ക്ഡ് ആയിരുന്നു. കാരണം ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ അടുത്ത് തന്നെയാണ്, ഭാര്യയും ഭർത്താവിനെയും അടുത്തടുത്ത് കല്ലറകളിലാണ് നടക്കുന്നത്. അപ്പോൾ ഭർത്താവ് ഇവിടെ മരിച്ച് അദ്ദേഹത്തിൻ്റെ കല്ലറയുടെ അടുത്ത് വേക്കൻ്റ് ആയിട്ടുള്ള സ്ഥലമുണ്ട്. അവിടെ അല്ലാതെ മറ്റൊരു സ്ഥലമാണ് ലെൻറ്റീന കാണിച്ചു കൊടുത്തത്. ആ സ്ഥലം എന്ന് പറയുന്നത് അങ്ങനെ ചൂസ് ചെയ്യാൻ പാടില്ല. പെട്ടെന്ന് അത് കേട്ടിട്ട് ബാബു ഷോക്ക്ഡ് ആവുന്നു. ആൻഡ് ഷീ ആസ്ക് ഹിം ടു ഗിവ് ദാറ്റ് നിയർ ബൈ പ്ലേസ് ടു വൺ ഓഫ് ഹർ സൺസ്. പെട്ടെന്ന് ലെൻറ്റീന പറയുന്നു, അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട, എൻ്റെ ഹസ്ബൻഡിനടുത്തുള്ള ആ കല്ലറയിലെ സ്ഥലം എൻ്റെ മക്കൾക്ക് ആർക്കെങ്കിലും കൊടുത്താൽ മതി, പക്ഷേ എന്നെ അടക്കേണ്ടത് ഇന്ന സ്ഥലത്താണ് എന്ന് ലെൻറ്റീന പറയുന്നു. ആൻഡ് ഷീ ഈസ് റെഡി ടു സ്പെൻഡ് മണി ടു അലോട്ട് ദ പ്ലേസ് ഫോർ ഹർ ആൻഡ് സീക്ക് ദ ഹെൽപ്പ് ഓഫ് ബാബു സൺ ഇൻ ലോ. അങ്ങനെ ആ ഒരു സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ട്
ബാബുവിൻ്റെ മരുമകൻ്റെ സഹായം തേടാൻ അവർ ആഗ്രഹിക്കുന്നു. കാരണം വേക്കൻറ്റ് സ്ഥലമാണ്, ഓൾറെഡി അത് ബുക്ക് ചെയ്തിടാമെന്ന് അവർ തീരുമാനിക്കുന്നു. അതിന് എത്ര പൈസ വേണമെങ്കിലും കൊടുക്കാമെന്നും പറയുന്നു. ആൻഡ് ദ സൺ-ഇൻ-ലോ ടെൽസ് ദാറ്റ് ലെൻഡീന ഷുഡ് ഗിവ് ആൻ ഒഫീഷ്യൽ റിക്വസിഷൻ ലെറ്റർ ഫോർ ഇറ്റ്. ഈ ബാബുവിൻ്റെ മരുമകനെ സമീപിക്കുന്ന ലെൻഡീനയോട് അദ്ദേഹം പറയുന്നത് ഒരു ഒഫീഷ്യൽ റിക്വസിഷൻ ലെറ്റർ കൊടുക്കണം, എന്നാൽ മാത്രമേ ഇതിന് പെർമിഷൻ കിട്ടുള്ളൂ എന്ന് പറയുന്നു. Thus she dropped the idea as she doesn't want anyone to know the secret. അതുകൊണ്ട് ലെൻഡീന ഈ ഒരു ആശയം ഉപേക്ഷിക്കുന്നു. കാരണം ഇത് സീക്രട്ടാക്കി വെക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇതെന്തായാലും ഒഫീഷ്യൽ റിക്വസിഷൻ ലെറ്റർ കൊടുക്കുന്ന സമയത്ത് എന്തായാലും 4 പേര് അറിയും, മക്കളും അറിയും, അത് ആകെ പ്രശ്നമാകും. അതുകൊണ്ട് ആ ഒരു ഐഡിയ അവർ ഉപേക്ഷിക്കുന്നു. And after a few days, Lendina and Babu visit the cemetery and sees the vacant land near to the cemetery. വീണ്ടും ലെൻഡീനയും ബാബുവും കൂടി ആ സെമിത്തേരി സന്ദർശിക്കുന്നു. സെമിത്തേരി സന്ദർശിക്കുന്ന സമയത്ത് ആ കല്ലറയോട് അല്ലെങ്കിൽ ആ ഒരു ശവപ്പറമ്പിനോട് ചേർന്ന് മറ്റൊരു സ്ഥലം, വേക്കൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം കാണുന്നു. ആൻഡ് ഷീ റിവീൽസ് ദാറ്റ് ദ സദേൺ ബൗണ്ടറി ഇസ് ഗുഡ് ബട്ട് ബാബു ഗെറ്റ്സ് നോ ഐഡിയ. ഈ ഒരു സ്ഥലം കണ്ടിട്ട് ലെൻഡീന പറയുന്നു ആ തെക്ക് ഭാഗം നല്ല രസമുള്ള ഭാഗമാണ്, നല്ല സ്ഥലമാണ് എന്ന് പറയുന്നു. പക്ഷേ ബാബുവിന് ഒരു ഐഡിയ ഇല്ല, എന്താ ഇവർ പറയുന്നതെന്നൊന്നും മനസ്സിലാകുന്നില്ല. ആൻഡ് ലെൻഡീനാസ് ഹസ്ബൻഡ്സ് ഫ്രണ്ട്സ് സൺ വിസിറ്റ്സ് ലെൻഡീന ടു എക്സ്പ്രസ് ഹിസ് കണ്ടോളൻസ് ഫോർ ഹർ ഹസ്ബൻഡ്സ് ഡെത്ത്. ഇങ്ങനെയുള്ള സമയത്താണ്, ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ഇങ്ങനെ ഒരു ഐഡിയ വെച്ചിരിക്കുന്ന സമയത്താണ് ലെൻഡീനയുടെ ഹസ്ബൻഡിൻ്റെ സുഹൃത്തിൻ്റെ മകൻ ആശ്വാസവുമായിട്ട് അവിടെ എത്തുന്നത്. അതായത് ലെൻഡീനയുടെ ഹസ്ബൻഡ് മരിച്ച് കുറച്ച് നാളായിട്ടേ ഉള്ളൂ. ആ ഒരു 3-4 ദിവസത്തിൻ്റെ ഗ്യാപ്പിലാണ് ഈ ഒരു സുഹൃത്തിൻ്റെ മകൻ വരുന്നത്. അദ്ദേഹം ആശ്വാസ വാക്ക് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ആൻഡ് ഹി ഈസ് ദ ഓണർ ഓഫ് ദി നിയർ ബൈ പ്ലേസ് ഇൻ സെമിറ്ററി. ആ സെമിത്തേരിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്തിൻ്റെ ഉടമസ്ഥനാണ് ഈ വ്യക്തി, അതായത് സുഹൃത്തിൻ്റെ മകൻ. ഷീ നോസ് ദാറ്റ് ഹി ഈസ് ട്രൈങ് ടു സെൽ ദ ലാൻഡ് ബട്ട് നോബഡി ഈസ് റെഡി ടു ബൈ ഇറ്റ്. ലെൻഡീനയ്ക്കറിയാം കുറേ നാളുകളായി ഈ സുഹൃത്തിൻ്റെ മകൻ, അതായത് ലെൻഡീനയുടെ ഹസ്ബൻഡിൻ്റെ സുഹൃത്തിൻ്റെ മകൻ ആ സ്ഥലം വിൽക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ശവപ്പറമ്പിന് അടുത്തുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ നോബഡി ഈസ് ദെയർ ഓർ നോബഡി ഈസ് റെഡി ടു ബൈ ദാറ്റ് പ്ലേസ്. ആർക്കും ആ സ്ഥലം വാങ്ങാൻ താല്പര്യമില്ല, കാരണം ശവപ്പറമ്പിനോട് ചേർന്നുള്ള ഒരു സ്ഥലമായതുകൊണ്ട്. ആൻഡ് ലെൻഡീന ടെൽസ് ഹിം ദാറ്റ് ഷീ ഈസ് റെഡി ടു ബൈ ദ ലാൻഡ് but keep it as a secret and also ask him to come the next day at 11 o'clock with all documents. ലെൻഡീന അയാളോട് പറയുന്നു ആ സ്ഥലം ഞാൻ വാങ്ങിക്കൊള്ളാം, പക്ഷേ ഇത് രഹസ്യമാക്കി വെക്കണം, ഞാനാണ് വാങ്ങിയതെന്ന് ആരും അറിയാൻ പാടില്ല, ഇത് രഹസ്യമായിരിക്കണം. അങ്ങനെയാണ് എങ്കിൽ നാളെ 11 മണിക്ക് നീ എല്ലാ ഡോക്യുമെൻസും ഒക്കെ ആയിട്ട് നാളെ വരുമോ? അങ്ങനെയാണെങ്കിൽ ഞാനെല്ലാം സൈൻ ചെയ്തു തരാം, നാളെ നമുക്ക് ഇത് ക്ലിയർ ആക്കാം എന്ന് പറയുന്നു. ആൻഡ് ഹർ സൺസ് ഗെറ്റ് ആംഗ്രി ആഫ്റ്റർ നോയിങ് ദിസ് ഇൻസിഡൻറ്റ്. കുറേ കഴിഞ്ഞാണ് മക്കൾ ഇതറിയുന്നത്. ഇതറിയുന്ന സമയത്ത് മക്കൾ പ്രശ്നമാക്കുന്നു. ആൻഡ് ഷീ ടാക്കിൾ ദ സിറ്റുവേഷൻ ബ്രേവ്ലി. പക്ഷേ ലെൻഡീന ആ ഒരു സാഹചര്യം വളരെ ധീരതയോടെ നേരിടുന്നു. അതായത് ഈ ശവപ്പറമ്പിനടുത്തുള്ള സ്ഥലം അമ്മ വാങ്ങിയതിൻ്റെ പേരിൽ ഇവിടെയൊക്കെ നമുക്ക് ഫെമിനിസം കാണാൻ സാധിക്കും. കാരണം ഒരു സ്ത്രീ സ്വന്തമായിട്ട് സ്ഥലം വാങ്ങുക എന്ന് പറയുന്നത് ഒരിക്കലും പുരുഷാധിപത്യ സമൂഹത്തിൽ അനുവദനീയമല്ല. അപ്പോൾ സ്ഥലം വാങ്ങുന്നെങ്കിൽ തന്നെയും ഒന്നുകിൽ ഭർത്താവിൻ്റെ പേരിൽ അല്ലെങ്കിൽ മക്കളുടെ പേരിലൊക്കെ ആയിരിക്കും വാങ്ങുന്നത്. അപ്പോൾ സ്ത്രീയുടെ പേരിൽ സ്ഥലം വാങ്ങുക എന്ന് പറയുന്നത് പുരുഷാധിപത്യ സമൂഹത്തിൽ ഒരിക്കലും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഐഡിയ അല്ല. ഇവിടെയൊക്കെ നമുക്ക് ഫെമിനിസം കാണാൻ സാധിക്കും. നൗ ദ ടൗൺ കമ്മിറ്റി കെയിം വിത്ത് ആൻ ആർഗ്യുമെൻറ്റ്. ഈ ഒരു സമയത്താണ് ടൗൺ കമ്മിറ്റി ഒരു വാദവുമായിട്ട് മുന്നോട്ട് വരുന്നത്. ദേ ആർഗ്യൂ ദാറ്റ് ദ ലാൻഡ് ഷുഡ് ഐദർ ഗോ ടു ദ ചേർച്ച് ഓർ ടൗൺ കമ്മിറ്റി. അവർ പറഞ്ഞു ശവപ്പറമ്പിനോട് ചേർന്ന സ്ഥലമാണിത്, ഒന്നുകിൽ അത് പള്ളിക്ക് കൊടുക്കണം അല്ലെങ്കിൽ ടൗൺ കമ്മിറ്റിക്ക് കൊടുക്കണം. അതായത് ഈ ഒരു ശവപ്പറമ്പിനോട് ചേർന്നുള്ള സ്ഥലമായതുകൊണ്ട് അത് പബ്ലിക് പ്രോപ്പർട്ടിയിലേക്ക് പെടുത്തണം, അല്ലെങ്കിൽ ഒന്നുകിൽ പള്ളിക്ക് കൊടുക്കുക അല്ലെങ്കിൽ പബ്ലിക് പ്രോപ്പർട്ടി ആയിട്ട് കൊടുക്കുക, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആക്കി വെക്കാൻ പാടില്ല എന്ന് പറയുന്നു. ആൻഡ് ദി ചെയർമാൻ ഓഫ് ദി ടൗൺ കമ്മിറ്റി അലോങ് വിത്ത് ദ മെമ്പേഴ്സ് വിസിറ്റ്സ് ലെൻഡീനാസ് ഹൗസ്. ഈ സമയത്ത് ടൗൺ കമ്മിറ്റിയുടെ ചെയർമാനും കുറച്ച് ആളുകളും ലെൻഡീനയുടെ വീട്ടിൽ വരുന്നു. ആൻഡ് ഷീ ഷോസ് എ ഡോക്യുമെൻറ്റ് ടു ദ ടൗൺ കമ്മിറ്റി. ടൗൺ കമ്മിറ്റിക്ക് അവർ ഈ ഡോക്യുമെൻ്റ് കൊടുക്കുന്നു. അതായത് ഇത് പബ്ലിക് പ്രോപ്പർട്ടി ഒന്നുമല്ല, അത് പുറമ്പോക്ക് സ്ഥലമൊന്നുമല്ല, ഞാൻ പൈസ കൊടുത്ത് രേഖകളുള്ള സ്ഥലമാണ്, ഞാൻ പൈസ കൊടുത്ത് മേടിച്ചതാണ് എന്ന് രേഖകൾ കാണിച്ചു കൊടുക്കുന്നു. ആൻഡ് ഷീ പുട്ട്സ് ഫോർവേഡ് സർട്ടൻ കണ്ടീഷൻസ് ഇൻ ഹർ ഡോക്യുമെൻറ്റ് ടു ഹാൻഡ് ഓവർ ദ ലാൻഡ് ടു ദ ടൗൺ കമ്മിറ്റി.
അവർ പറയുന്നു എനിക്ക് കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ആ ഡിമാൻഡ്സ് നിങ്ങൾ അംഗീകരിക്കുകയാണ് എങ്കിൽ ടൗൺ കമ്മിറ്റിക്ക് ഞാൻ ഈ സ്ഥലം തരാം എന്ന് ലെൻറ്റീന പറയുന്നു. അതിൽ ഒന്നാമത്തെ ഡിമാൻഡ്, ഇത് എക്സാമിന് ചോദിക്കാം. ഫസ്റ്റ് വൺ, ന്യൂ സെമിട്രി മസ്റ്റ് ബി സറൗണ്ടഡ് വിത്ത് ഫ്ലവറിങ് ട്രീസ് ആൻഡ് ദർ ഷുഡ് ബി നോ ഹെഡ് സ്റ്റോൺസ്. ആദ്യമായി പറയുന്നു, നിങ്ങൾ ഈ പുതിയ സെമിത്തേരി എടുക്കുന്ന സമയത്ത്, അതായത് മറ്റേ പഴയ സെമിത്തേരിയോട് ചേർന്നുള്ള സ്ഥലമാണ്, അത് പുതിയ സെമിത്തേരിക്കായിട്ട് എടുക്കുന്ന സമയത്ത് അവിടെ ഹെഡ് സ്റ്റോൺ പാടില്ല. അതായത് എന്താണ്, ശവക്കല്ലറകൾ പാടില്ല. മാർബിൾ, ഗ്രാനൈറ്റ് പോലെയുള്ള കല്ലുകൾ പതിച്ച ശവക്കല്ലറ പാടില്ല. മറിച്ച് അവിടെ ഉണ്ടാകേണ്ടത് പൂക്കൾ വിരിയുന്ന മരങ്ങളായിരിക്കണം. അതിന് ചുറ്റും പൂക്കൾ വിരിയുന്ന മരങ്ങൾ ഉണ്ടായിരിക്കണം. ദ സെക്കൻഡ് വൺ ഈസ് ദ ഡോണർ ഷുഡ് ബി അലൗഡ് ടു ചൂസ് ദെയർ പ്ലോട്ട് ഫസ്റ്റ്. രണ്ടാമത്തേത്, ഈ ഡോണർക്ക്, അതായത് ആർക്കാണോ ആ പറമ്പ് വേണ്ടത്, അവർക്ക് വേണ്ട സ്ഥലം, അതായത് ശവകുടീരത്തിന് വേണ്ട സ്ഥലം ചൂസ് ചെയ്യാനുള്ള അവകാശം അവർക്ക് കൊടുക്കണം. ആൻഡ് ദി തേർഡ് വൺ, നെയിംസ് ആൻഡ് പ്ലോട്ട് നമ്പർ മസ്റ്റ് ബി ഇൻ കമ്മിറ്റി രജിസ്റ്റർ. മൂന്നാമത്തെ കണ്ടീഷൻ, ഈ ശവമടക്കപ്പെടുന്നവരുടെ പേരും അവരുടെ ആ പ്ലോട്ട് നമ്പറും കമ്മിറ്റി രജിസ്റ്ററിൽ ഉണ്ടായിരിക്കണം. ഈ 3 കണ്ടീഷൻസ് ആണ് ലെൻറ്റീന വെക്കുന്നത്. ആൻഡ് ദ കമ്മിറ്റി ആക്സെപ്റ്റ്സ് ദീസ് കണ്ടീഷൻസ്. ഈ കണ്ടീഷൻസ് കമ്മിറ്റി അംഗീകരിക്കുന്നു. അങ്ങനെ കമ്മിറ്റി അംഗീകരിക്കുന്ന സമയത്ത് ഈ സ്ഥലം സ്വാഭാവികമായിട്ടും കമ്മിറ്റിക്ക് ലെൻറ്റീന കൊടുക്കുന്നു. ലെൻറ്റീന, ബാബു ആൻഡ് ദ ഗാർഡിനർ ഗോ ടു ദ ന്യൂ സെമിട്രി ആൻഡ് പ്ലാന്റഡ് ലാബർനം ട്രീസ്. അങ്ങനെ കമ്മിറ്റിക്ക് കൊടുത്തു, ടൗൺ കമ്മിറ്റിക്ക് ഈ സ്ഥലം കൊടുത്തതിന് ശേഷം ലെൻറ്റീനയും ബാബുവും ഗാർഡനറും കൂടി ആ സ്ഥലത്തേക്ക് പോകുന്നു. അങ്ങനെ അവിടെ ലബേർണം പ്ലാന്റ്, ചെറിയ ചെറിയ കണിക്കൊന്നയുടെ തൈകൾ നടുന്നു. ആൻഡ് ബാബു ഗോസ് ഫ്രീക്വൻലി ടു ദ പ്ലേസ് ആൻഡ് ചെക്സ് ഇറ്റ്സ് ഗ്രോത്ത്. ബാബുവിനെ ലെൻറ്റീന പറഞ്ഞു വിടുന്നു, ആ സ്ഥലത്ത് പോയി ആ ചെടിയുടെ വളർച്ച അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ബാബുവിനെ കൂടെ വിടുന്നു. ആൻഡ് ലെൻറ്റീന ബിക്കംസ് അൺവെൽ ബിക്കോസ് ഓഫ് ഹെർ ഓൾഡ് ഏജ് ആൻഡ് ആസ് ബാബു ടു ടേക്ക് കെയർ ഓഫ് ദ പ്ലാന്റ്. ഒരു ദിവസം ലെൻറ്റീനയ്ക്ക് സുഖമില്ലാതെയാകുന്നു. ഈ സമയത്ത് ബാബുവിനെ പറഞ്ഞു വിടുന്നു, അതായത് ആ പ്ലാന്റ് എങ്ങനെയുണ്ട്, അതിൻ്റെ വളർച്ച എങ്ങനെയുണ്ടെന്ന് അന്വേഷിക്കാനായിട്ട് ബാബുവിനെ പറഞ്ഞു വിടുന്നു. ബൈ സ്റ്റാൻഡിങ് ഔട്ട്സൈഡ് ദ റൂം ഹി കൺവേസ് ദി മെസ്സേജ് ദാറ്റ് ദ പ്ലാന്റ് ഈസ് ഗ്രോയിങ് വെൽ. അങ്ങനെ ലെൻറ്റീന സുഖമില്ലാതെ റൂമിൽ കിടക്കുന്ന സമയത്ത് വാതിലിൻ്റെ പുറത്ത് ബാബു വരുന്നു. വാതിലിൻ്റെ പുറത്ത് വന്ന് തലകൊണ്ട് മെസ്സേജ് പറയുന്നു, അതായത് നല്ലതുപോലെ ആ ചെടികൾ വളരുന്നുണ്ട് എന്ന മെസ്സേജ് കൈമാറുന്നു. ആൻഡ് ദി നെക്സ്റ്റ് ഡേ ലെൻറ്റീന സീംസ് ഓൾ റൈറ്റ്. അതുവരെ സുഖമില്ലാതെ ആ ഒരു എണീക്കാൻ വയ്യാത്തൊരവസ്ഥയിൽ കിടന്നതാണ് ലെൻറ്റീന. പിറ്റേ ദിവസം പെട്ടെന്ന് തന്നെ അവർക്ക് ഭേദമാകുന്നു, നല്ല ഉഷാറാകുന്നു. ആൻഡ് ഷീ ഡസ് ഹർ വർക്ക് സ്പീഡിലി. അവരുടെ എല്ലാ പ്രവൃത്തികളും എല്ലാ ജോലികളും വേഗം ചെയ്യുന്നു. ആൻഡ് ഇറ്റ് സർപ്രൈസസ് ഹർ സൺസ്. അങ്ങനെ ഈ അവരുടെ ആ ഒരു മാറ്റം, പെട്ടെന്നുള്ള മാറ്റമാണ്. തലേന്ന് വരെ കിടക്കയിൽ തന്നെ കിടന്ന് എണീക്കാൻ വരെ കഴിയാതെ കിടന്ന ലെൻറ്റീന പെട്ടെന്ന് എണീറ്റ് എല്ലാ ജോലികളും ചെയ്യുന്നത് മക്കളെ വരെ അതിശയിപ്പിക്കുന്നു. ആൻഡ് ദി നെക്സ്റ്റ് ഇയർ ലെൻറ്റീന പ്ലാന്റഡ് 2 laburnum plants. One faded away but one bloomed with tiny yellow flowers. പിറ്റേ വർഷം ലെൻറ്റീന 2 ചെടികൾ നടുന്നു. ഒന്നുണങ്ങി പോകുന്നു, പക്ഷേ ഒരെണ്ണത്തിൽ കുറേ പൂക്കൾ ഉണ്ടാകുന്നു. And though Babu wants to share this happy news, he is afraid of her health and so he decides to tell her in the next year. ഈ ചെറിയ ചെറിയ പൂക്കൾ, നല്ല ഉഷാറിൽ പൂക്കളില്ല, എന്നാലും ചെറിയ ചെറിയ പൂക്കൾ അവിടെ ഇവിടെയൊക്കെ ആ ചെടിയിൽ ഉണ്ടാകുന്നു. ആ ഒരു ഹാപ്പി ന്യൂസ് ബാബുവിനെ ലെൻറ്റീനെ അറിയിക്കണമെന്ന് വിചാരിച്ചാണ് വരുന്നത്. പക്ഷേ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ആ ഒരു മെസ്സേജ് പാസ് ചെയ്യണ്ട എന്നുള്ള ഒരു ചിന്ത വരുന്നു. കാരണം അങ്ങനെ ഒരു മെസ്സേജ് പാസ് ചെയ്യുകയാണ് എങ്കിൽ അവരുടെ ആരോഗ്യം എങ്ങനെയായിരിക്കും. അതുമാത്രമല്ല, ആ ഒരു തീരുമാനം അടുത്ത വർഷം പറയാം, അടുത്ത വർഷം പൂക്കട്ടെ, ഇപ്പം ചെറിയ ചെറിയ പൂക്കളല്ലേ ഉള്ളൂ, അടുത്ത വർഷം പറയാം. കാരണം ആ ഒരു പ്രതീക്ഷയോടുകൂടി അവർ ഇരിക്കട്ടെ എന്ന ആ ഒരു വിശ്വാസത്തിൽ ബാബു പറയുന്നില്ല. ആൻഡ് ദ ട്രീ ഗ്രോസ് ടോളർ നെക്സ്റ്റ് ഇയർ ആൻഡ് ലെൻറ്റീന ഗ്രോസ് ഓൾഡർ. പിറ്റേ വർഷം ആ മരം കുറച്ചും കൂടി ഉയരത്തിലേക്ക് വളരുന്നു. ലെൻറ്റീന അതേപോലെ പ്രായമായി വരികയും ചെയ്യുന്നു. ആൻഡ് ദ ഡോക്ടർ അഡ്വൈസ്ഡ് ഹെർ നോട്ട് ഗോ ഔട്ട്. ഈ സമയത്ത് പ്രായം കൂടുതലാകുന്ന ലെൻറ്റീനയോട് പറയുന്നു, പുറത്തൊന്നും പോകണ്ട എന്ന് ഡോക്ടർമാർ പറയുന്നു. ആൻഡ് അറ്റ് ലാസ്റ്റ് ഷീ ഗോട്ട് പെർമിഷൻ ആൻഡ് ഷീ വിസിറ്റഡ് ദ സെമിട്രി വിത്ത് ബാബു ആൻഡ് മെയ്
ബട്ട് ദ ട്രീ ക്യാരീസ് നോ ഫ്ലവർ ആൻഡ് ഇറ്റ് ഡിസപ്പോയിൻറ്റഡ്. അങ്ങനെ ഡോക്ടറുടെ അനുവാദത്തോടു കൂടി അവർ പുറത്തേക്ക് പോകുന്നു. നേരെ സെമിത്തേരിയിലേക്കാണ് പോകുന്നത്. ബാബു ഉണ്ട് കൂടെ, അതോടൊപ്പം തന്നെ അവരുടെ സെർവൻറ്റും ഉണ്ട്. അവരോടൊപ്പം ആ സെമിത്തേരിയിൽ പോകുന്ന ലെൻറ്റീനയ്ക്ക് പക്ഷേ നിരാശയാണ് ഉണ്ടാകുന്നത്. കാരണം ആ ലബാനം ട്രീയിൽ പൂക്കളില്ല. ലെൻറ്റീന ആസ് ബാബു ടു വിസിറ്റ് ദ സെമിട്രി ഫ്രീക്വൻ്റ്ലി. ഈ സമയത്ത് ബാബുവിനോട് പറയുന്നു, നീ എല്ലായ്പ്പോഴും ഒന്ന് കൂടെ ഒന്ന് വന്ന് നോക്കണം, ബാബുവിനോട് പറയുന്നു. ആൻഡ് വൺ ഡേ ബാബു സീസ് ദ ട്രീ വിത്ത് ഫ്ലവേഴ്സ്. അങ്ങനെ കൂടെ ആ സെമിത്തേരി സന്ദർശിക്കുന്ന ബാബു കാണുന്നത് ആ സെമിത്തേരിയിലെ ആ ലബാനം ട്രീയിൽ നിറയെ പൂക്കളായിട്ട് കാണുന്നു. ആൻഡ് ഹി റഷസ് ടു ലെൻറ്റീന ബട്ട് ഷീ റിവീൽസ് ദാറ്റ് ഷീ ഫെൽറ്റ് ഇറ്റ് ഇൻ ഹർ ബോൺസ്. ഈ ഒരു മെസ്സേജ്, ഈ ഒരു സന്ദേശം, ഈ ഒരു വാർത്ത പറയാൻ വേണ്ടി വളരെ ആവേശഭരിതനായി ബാബു ഓടിയെത്തുന്നു. പക്ഷെ ഓടിയെത്തുമ്പോൾ ലെൻറ്റീന വളരെ കൂളായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ലെൻറ്റീന പറയുന്നു, ഇതാണല്ലേ സംഭവം, ഇത് ഞാൻ എൻ്റെ അസ്ഥികളിൽ അറിഞ്ഞു, ഇങ്ങനെ അവിടെ പൂത്തിട്ടുണ്ട് എന്നത് ഞാൻ എൻ്റെ അസ്ഥികളിൽ അറിഞ്ഞു എന്ന് ലെൻറ്റീന പറയുന്നു. ആൻഡ് ഷീ ഗോസ് ടു വിസിറ്റ് ദ സെമിട്രി വിത്ത് ബാബു ആൻഡ് ദ മെയ്ഡ് ആൻഡ് സീസ് ദ ലബാനം ട്രീ വിത്ത് ഫുൾ ഓഫ് ഫ്ലവേഴ്സ്. അങ്ങനെ ബാബുവിനോടും മെയ്ഡിനോടും ഒപ്പം ആ ലബാനം ട്രീ സന്ദർശിക്കാനായി പോകുന്നു. ആ സെമിത്തേരിയിൽ അവർ നിറഞ്ഞു നിൽക്കുന്ന ആ കണിക്കൊന്ന പൂക്കൾ കാണുന്നു. ആൻഡ് ദ മെയ്ഡ് ഈസ് ഓൾസോ സർപ്രൈസ്ഡ് ടു സീ ഇറ്റ്. അവരുടെ മെയ്ഡിന് ഈ കഥയൊന്നും അറിയില്ല, ലെൻറ്റീനയുടെ സെർവൻറ്റിന് ഈ കഥകളൊന്നും അറിയില്ല. അവർക്കും വളരെ അതിശയമാകുന്നു. ഇത്രത്തോളം കണിക്കൊന്ന ഇവിടെ പൂത്തു നിൽക്കുന്നത് കണ്ടിട്ട് അവർക്കും അതിശയമാകുന്നു. ആൻഡ് ലെൻറ്റീന ഗോസ് ടു ദ പാർക്ക് ആൻഡ് സിറ്റ്സ് ദെയർ ഫോർ ഫ്യൂ മിനിറ്റ്സ്. നേരെ പാർക്കിലേക്ക് പോകുന്നു, അവിടെ പോയിട്ട് കുറേ സമയം ചെലവഴിക്കുന്നു. ആൻഡ് ഷീ ഡ്രിങ്ക്സ് ടീ ആൻഡ് ഈറ്റ് ബിസ്ക്കറ്റ്സ്. അവിടുന്ന് ചായയും ബിസ്ക്കറ്റും ഒക്കെ കഴിക്കുന്നു. ആൻഡ് ഷീ റീച്ചസ് ഹോം ആൻഡ് താങ്ക്സ് ബാബു ആൻഡ് മെയ്ഡ്. അങ്ങനെ വീട്ടിലെത്തിയ ലെൻറ്റീന തന്നെ ഇത്രയും നല്ല ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോയ ബാബുവിനോടും മെയ്ഡിനോടും സെർവൻറ്റിനോടും, മെയ്ഡ് മീൻസ് സെർവൻറ്റ്, അവരോട് നന്ദി പറയുന്നു. ആൻഡ് ദ മെയ്ഡ് ഈസ് പെർപ്ലെക്സ്ഡ് ബട്ട് ബാബു നോസ് എവറിഥിങ്. ഈ നന്ദി പറച്ചിലൊക്കെ കേട്ടിട്ട് മെയ്ഡിന് ഒന്നും തിരിയുന്നില്ല. കാരണം അവർക്ക് ഈ കഥയൊന്നും അറിയില്ല. അതുകൊണ്ട് അവർക്ക് എന്തൊക്കെയോ ഒരു കൺഫ്യൂഷൻ തോന്നുന്നു. പക്ഷേ ബാബുവിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നു. ആൻഡ് ലെൻറ്റീന ലുക്സ് എനർജറ്റിക്. ഈ സമയത്ത് ലെൻറ്റീന വളരെ എനർജറ്റിക്, ഊർജ്ജസ്വലയായി കാണപ്പെടുന്നു. ആൻഡ് ക്ലീൻസ് ഹർ റൂം. അവർ തൻ്റെ റൂം വൃത്തിയാക്കാൻ തുടങ്ങുന്നു. ആൻഡ് ഓൺ ദി 5th day ഷീ ആസ്ക്ഡ് ദ മെയ്ഡ് ടു ഹെൽപ്പ് ഹർ ടു ടേക്ക് ബാത്ത്. പിറ്റേ ദിവസവും അവർ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് ചെയ്തിട്ട് 5ാമത്തെ ദിവസം മെയ്ഡിനോട് പറയുന്നു, എനിക്കൊന്ന് കുളിക്കണം, നീ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറയുന്നു. ആൻഡ് ദാറ്റ് നൈറ്റ് ഷീ ഗോസ് ടു സ്ലീപ്പ് ഏർലി ബൈ സേയിങ് ഗുഡ് നൈറ്റ് ടു ദ മെയ്ഡ്. അന്ന് രാത്രിയിൽ കുറച്ച് നേരത്തെ സാധാരണ ഉറങ്ങുന്നതിനേക്കാളും കുറച്ച് നേരത്തെ തന്നെ ഉറങ്ങാൻ പോകുന്നു. ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ്, മെയ്ഡിനോട് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് കുറച്ച് നേരത്തെ തന്നെ പോകുന്നു. ആൻഡ് ദ നെക്സ്റ്റ് ഡേ വെൻ ദ മെയ്ഡ് ബ്രിങ്സ് ടീ ടു ലെൻറ്റീന ഷീ ലുക്സ് സ്റ്റിഫ്. പിറ്റേന്ന് രാവിലെ തന്നെ ചായയുമായിട്ട് മെയ്ഡ് എത്തുന്ന സമയത്ത് കുറേ വിളിക്കുന്ന സമയത്ത് ലെൻറ്റീന എഴുന്നേൽക്കുന്ന, അങ്ങനെ തൊട്ട് നോക്കുന്ന സമയത്ത് സ്റ്റിഫായിട്ട് കൈകളും കാലുകളും ഒക്കെ മരവിച്ച രീതിയിലാണ് കാണപ്പെടുന്നത്. ഡോക്ടർ കെയിം ആൻഡ് റിപ്പോർട്ടഡ് ദാറ്റ് ലെൻറ്റീന ഡൈഡ് ഇൻ ഹർ സ്ലീപ്പ്. അങ്ങനെ ഡോക്ടറെ വിളിക്കുന്നു. ഡോക്ടർ റിപ്പോർട്ട് ചെയ്യുന്നു, അതായത് ഉറക്കത്തിൽ ലെൻറ്റീന മരണപ്പെട്ടു എന്ന് ഡോക്ടർ വിധി എഴുതുന്നു. ആൻഡ് ദ സ്റ്റോറി റിവീൽസ് ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് വിഷസ് ഓഫ് ആൻ ഓർഡിനറി വിമൻ. ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഒരു സാധാരണ സ്ത്രീയുടെ ആഗ്രഹ പൂർത്തീകരണമാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആൻഡ് ഇൻ എവറി മന്ത് ഓഫ് മെയ് ദ ലബാനം ട്രീ ബ്ലൂംസ് ആൻഡ് ക്യാരീസ് യെല്ലോ ഫ്ലവേഴ്സ് ആൻഡ് ദാറ്റ് ട്രീ ഈസ് ടോളർ ദാൻ അതർ ട്രീസ് ഇൻ ദ സെമിട്രി ആൻഡ് സ്റ്റാൻഡ്സ് മാജസ്റ്റിക്കലി. ഓരോ മെയ് മാസത്തിലും ആ മരത്തിൽ ആ കണിക്കൊന്ന നിറയെ പൂക്കൾ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ആ സെമിത്തേരിയിലെ മറ്റു മരങ്ങളെക്കാൾ ആഢ്യത്വത്തോടുകൂടി ഈ ഒരു ലബാനം ട്രീ, ഈ ഒരു കണിക്കൊന്ന മരം നിറയെ പൂക്കളോടുകൂടി എല്ലാ മെയ് മാസത്തിലും നിലനിൽക്കാം. ദ സ്റ്റോറി ഈസ് ഇൻ ഫാക്ട് എ റിയാക്ഷൻ ടു ദ പാട്രിയാർക്കൽ സിസ്റ്റം ആൻഡ് ദി ഗവൺമെൻറ് ഫോഴ്സസ്. ഈ കഥ യഥാർത്ഥത്തിൽ പുരുഷാധിപത്യമുള്ള സമൂഹത്തിനെതിരെയുള്ള ഒരു പ്രതികരണമാണ്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് നിയമങ്ങൾക്കെതിരെയുള്ള പ്രതികരണമാണ്. കാരണം നമുക്കറിയാം, ഗവൺമെൻറ് പറയുന്നു ഒരു ലെറ്റർ കൊടുക്കണം. ആ ലെറ്റർ കൊടുത്താൽ മാത്രമേ അത് എല്ലാവരും അറിയും. ആ ലെറ്റർ കൊടുത്താൽ മാത്രമേ ആ ഒരു പ്ലോട്ട് സ്വന്തമാക്കാൻ പറ്റുള്ളൂ എന്നുള്ള കർക്കശമായ ഗവൺമെൻറ് നിയമങ്ങൾ, ഇതൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്.
അതോടൊപ്പം തന്നെ ലെൻറ്റീന ലവ്സ് ലബോർണം ഫ്ലവേഴ്സ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഫെമിനിറ്റി ആൻഡ് ഹ്യൂമിലിറ്റി. ആ ഒരു ഹ്യൂമിലിറ്റി മീൻസ് വിനയം, വിനയവും അതേപോലെ തന്നെ സ്ത്രീത്വവും, ആ സ്ത്രീയുടെ ആ ഒരു വിനയ സ്വഭാവമാണ്, ആ ഒരു വിനയമാണ് ഈ പൂവിലും കാണുന്നത്. കാരണം അത് ഭൂമിയിലേക്കാണ് ആ പൂക്കൾ വിരിയുന്നത്, താഴേക്കാണ് വിരിയുന്നത്. ആ ഒരു ഹ്യൂമിലിറ്റിയാണ് ലെൻറ്റീന ഈ കണിക്കൊന്ന പൂക്കളെ ഇഷ്ടപ്പെടാൻ കാരണം. ലബോണം ഫോർ മൈ ഹെഡ്, എൻ്റെ തലയിലെ കിരീടം പോലെയാണത്. ആ ഒരു ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് എക്സാമിന് ചോദിക്കും. അതേപോലെ ഇറ്റ് ഈസ് എ കോൺട്രാഡിക്ഷൻ ടു ദ ഗുൽമോഹർ ഫ്ലവേഴ്സ്. മെയ് മാസത്തിലെ ഗുൽമോഹർ ഫ്ലവേഴ്സിൻ്റെ ഒരു കോൺട്രഡിക്ഷൻ ആണ്. ആൻഡ് ദ ഗുൽമോഹർ ഫ്ലവേഴ്സ് ആർ റെഡ്, ഡീപ്പ് റെഡ് ഇൻ കളർ. ആ ഡീപ്പ് റെഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു വൈറ്റാലിറ്റി ആണ് എങ്കിൽ തന്നെയും അതിന് പാഷനാണ് അത് കാണിക്കുന്നത്. അതേസമയം യെല്ലോ കളർ ഇറ്റ് ഷോസ് ഹാപ്പിനെസ്. യെല്ലോ കളർ എന്നത് സന്തോഷത്തിൻ്റെ പ്രതീകമാണ്. ആ ഒരു കമ്പാരിസണും നമുക്കിവിടെ കാണാൻ സാധിക്കും. ആൻഡ് ഓൾസോ യെല്ലോ ഫ്ലവർ ഓർ യെല്ലോ കളർ ഇസ് ദി കളർ റെപ്രസെൻറ്റേഷൻ ഓഫ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഓപ്റ്റിമിസം ആൻഡ് ഓൾസോ എൻലൈറ്റ്മെൻറ്റ്. Then laburnum flowers hung their heads earthward, and it is customary to erect a marble or granite in the grave among wealthy people. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ആൻഡ് ദ laburnum flowers bring equality to the dead ones. ഇവിടെ ആ സെമിത്തേരിയിലെ laburnum flowers കണിക്കൊന്ന പൂക്കുന്നതോടുകൂടി, അല്ലെങ്കിൽ കണിക്കൊന്ന പൂക്കൾ ഉള്ളതോടുകൂടി അവിടെ ഒരു ഇക്വാലിറ്റിയാണ് ഉണ്ടാകുന്നത്. മരിച്ചവരെല്ലാം സമന്മാരാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ മരിച്ചവരുടെ കല്ലറകളിൽ മാർബിളിൻ്റെയും ഗ്രാനൈറ്റിൻ്റെയും ടോംസ് ആണ് ഉണ്ടാക്കുന്നത്, ശവകുടീരങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതിലൂടെ അവർ പ്രതാപം കാണിക്കുകയാണ് ധനവാന്മാർ ചെയ്യുന്നത്. അതേസമയം ഈ കണിക്കൊന്ന അല്ലെങ്കിൽ ആ ഒരു പൂക്കൾ പിരിയുന്നതിലൂടെ മരിച്ചവരെ എല്ലാവരെയും തുല്യരായിട്ട് കാണാൻ സാധിക്കും. ആൻഡ് ലെൻറ്റീനാസ് ഡിസിഷൻ ടു be a part of her husband's funeral party is also a challenge against patriarchal system. ഇതിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്, ദിസ് എക്സ്പ്ലെയിൻ ദി സ്റ്റോറി ആസ് എ ഫെമിനിസ്റ്റ് വൺ. ഒരു ഫെമിനിസ്റ്റ് കാഴ്ചപ്പാട് ഇതിനകത്തുണ്ടെന്ന് പറയാൻ ഉള്ള പോയിന്റ്സ് എന്തൊക്കെയാണ്? അത് നമ്മൾ ആദ്യമേ പറഞ്ഞു. എന്താണ് ലെൻറ്റീനാസ് ഡിസിഷൻ ടു ടേക്ക് പാർട്ട് ഇൻ ഹെർ ഹസ്ബൻഡ്സ് ഫ്യൂണറൽ. അത് ഒരിക്കലും പുരുഷാധിപത്യമുള്ള സമൂഹം സമ്മതിക്കില്ല. കാരണം സ്ത്രീകൾക്ക് ആ ഒരു ബറിയൽ പ്ലേസിലേക്കുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതാണ്. അങ്ങോട്ടേക്ക് പോകാൻ വളരെ റെയറായിട്ട് മാത്രമേ സ്ത്രീകൾക്ക് അവകാശം. അതോടൊപ്പം തന്നെ ദർ ഈസ് എ വണ്ടർ ഇൻ ഹർ റിലേഷൻഷിപ്പ് വിത്ത് ബാബു വിച്ച് ഇസ് ബിയോണ്ട് മാസ്റ്റർ സ്ലേവ് റിലേഷൻഷിപ്പ്. ബാബുവിനോട് ഉള്ള അവരുടെ ആ ഒരു ബന്ധം, ഒരു മാസ്റ്റർ സ്ലേവ്, അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധത്തിനും അപ്പുറത്ത്, അതായത് സ്വന്തം മക്കളോട് പോലും വെളിപ്പെടുത്താത്ത സീക്രട്ടാണ് ബാബുവിനോട്, ഡ്രൈവറായ ബാബുവിനോട് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ബന്ധമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതൊരിക്കലും സമൂഹം അംഗീകരിക്കുന്ന ബന്ധമല്ല. കാരണം യജമാനൻ, അടിമ, ആ അടിമയുടെ സ്ഥാനം എപ്പോഴും അടുക്കളയിൽ, അങ്ങനെയുള്ള ആ ഒരു സ്ഥാനത്താണ് ലെൻറ്റീന ബാബുവിന് എല്ലാ സ്വാതന്ത്ര്യങ്ങളും കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഷീ കൺഫൈഡ്സ് എവറിഥിങ് ഇൻ ബാബു ആൻഡ് നോട്ട് റിവീൽസ് ദ സീക്രട്സ് ഈവൻ ടു ഹർ ചിൽഡ്രൻ. അവരുടെ മക്കളോട് പോലും എല്ലാ രഹസ്യങ്ങളും പറയുന്നില്ല, പക്ഷേ എല്ലാ രഹസ്യങ്ങളും ബാബുവിലാണ് ഒതുക്കി വെക്കുന്നത്. ആൻഡ് ഹർ ഡിറ്റർമിനേഷൻ ടു ചൂസ് ദ പ്ലോട്ട് ആൻഡ് നെഗോഷിയേഷൻസ് വിത്ത് ദ ടൗൺ കമ്മിറ്റി ഷോസ് ഹർ സ്ട്രെങ്ത് ആൻഡ് റിയാക്ഷൻ അഗെയിൻസ്റ്റ് പാട്രിയാർക്കി. പിന്നീട് അവർ ടൗൺ കമ്മിറ്റിയോട് പറഞ്ഞ് കുറച്ച് കണ്ടീഷൻസ്, ഒരു 3 കണ്ടീഷൻസ് വെക്കുന്നു. ആ കണ്ടീഷനിലൂടെ തൻ്റെ ശക്തിയാണ് അവർ, ആ കരുത്താണ് അവർ വെളിപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ പാട്രിയാർക്കിക്ക്, പുരുഷാധിപത്യ സമൂഹത്തിനെതിരെയുള്ള ഒരു റിയാക്ഷനുമാണ് നമുക്ക് അതിലൂടെ കാണാൻ സാധിക്കുന്നത്. കാരണം ടൗൺ കമ്മിറ്റി എപ്പോഴും പുരുഷന്മാരോട് അല്ലെങ്കിൽ വെൽത്തി പീപ്പിളിനോടുള്ള സമീപനം, ഇവിടെ സ്ത്രീ എന്ന ഒരു സ്ത്രീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അത് അംഗീകരിക്കാൻ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടാനുള്ള ആ ഒരു കാലതാമസം, ഇതൊക്കെ ഉള്ള ഒരു സമൂഹത്തിലാണ് ലെൻറ്റീന ഇങ്ങനെയുള്ള വിഷയങ്ങൾ നേടിയെടുക്കുന്നത്. ആ ഒരു ഫെമിനിസം നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നീട് ചോദിക്കാവുന്നത് ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ആണ്, ലബോർണം ഫോർ മൈ ഹെഡ്. ഈ ഒരു ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ചോദിക്കാം. പിന്നീട് ചോദിക്കാവുന്നത് ലെൻറ്റീനയുടെ ക്യാരക്ടർ. പിന്നീട് ചോദിക്കാവുന്നത് ഫെമിനൈൻ ക്വാളിറ്റീസ് ഇൻ ദിസ് സ്റ്റോറി. These are the main points. Hope you enjoyed it.
Thank you.